പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 23-ന് തിരുവനന്തപുരത്ത് എത്തും. തിരുവനന്തപുരം നഗരസഭാ ഭരണം കിട്ടിയതിനു ശേഷമുള്ള വികസന രേഖാ പ്രഖ്യാപനമാണ് പ്രധാനമന്ത്രി നടത്താൻ പോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗം കൂടിയാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. പ്രശാന്ത് കൃഷ്ണ എന്ന് പ്രശാന്ത്, അധികാരം കിട്ടിയാൽ, ഭരണം കിട്ടിയാൽ, നഗരസഭ ഭരിക്കാൻ അവസരമുണ്ടായാൽ തിരുവനന്തപുരത്ത് വലിയ മാറ്റം ഉണ്ടാക്കുന്ന വികസന രേഖയുടെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം പ്രധാനമന്ത്രി തന്നെ വന്നെത്തി ആ പ്രഖ്യാപനം നടത്തും എന്ന് നേരത്തെ BJP നേതാക്കൾ പറഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയായി ആ തീരുമാനം നടപ്പാവുകയാണോ? ആ പ്രഖ്യാപനമാണോ പ്രതീക്ഷിക്കേണ്ടത്? തീർച്ചയായും ഭരണം കിട്ടിക്കഴിഞ്ഞാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുമെന്ന് നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അതിന്റെ തീയതി ആയിരിക്കുന്നത്. ജനുവരി 23-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്ത് അല്ലെങ്കിൽ പുത്തരിക്കണ്ടം മൈതാനത്ത് ഒരു വിപുലമായ പരിപാടി സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും രാവിലെ 11 മണിക്കായിരിക്കും പൊതുസമ്മേളനമെന്നാണ് ഇപ്പോൾ ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള ഈ പ്രോഗ്രാം തീരുമാനങ്ങൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നഗരസഭാ ഭരണം കിട്ടിയ ശേഷമുള്ള ആദ്യത്തെ വരവാണ് പ്രധാനമന്ത്രിയുടേത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് നഗരസഭാ ഭരണം ഏത് രീതിയിലായിരിക്കണം, അല്ലെങ്കിൽ എന്താണ് BJPയുടെ വികസന കാഴ്ചപ്പാട് എന്ന പ്രഖ്യാപനം പ്രധാനമന്ത്രി നടത്തും. അതിനുകൂടിയാണ് അദ്ദേഹം എത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കത്തിന്റെ ഭാഗമായുള്ള പ്രചാരണ പരിപാടിയുടെ തുടക്കം കൂടിയായി BJP ഈ വരവിനെ കാണുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനം എന്താണ് BJP തിരുവനന്തപുരം നഗരസഭാ ഭരണത്തിലൂടെ കേരളത്തിന് മുന്നിലേക്ക് വയ്ക്കാൻ പോകുന്നത് എന്നത് പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും. അത് ഏത് കാഴ്ചപ്പാടാണെന്നതും ആ പ്രഖ്യാപനത്തിലുണ്ടാകും.